up my world today. Makeup colors never fade. ഹായ് ഗായ്സ്, ഇതൊക്കെയാണ് ന്യൂ ഇയർ റെസൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയട്ടോ. അപ്പോൾ ഞാനും കുറച്ച് ന്യൂ ഇയർ റെസൊല്യൂഷൻസും വിഷൻ ബോർഡും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഈ ഇയറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാനങ്ങനെ സെറ്റ് ചെയ്യണത്. സാധാരണ ഞാനങ്ങനെ ന്യൂ ഇയർ വലിയ കാര്യമാക്കിയിട്ടൊന്നും എടുക്കാറില്ല. അതിൻ്റേതായ രീതിക്ക് അങ്ങനെ വിടും, ഒരു നോർമൽ ഡേ ആയിട്ട് അങ്ങനെ അങ്ങോട്ട് വിടുകയാണ് കേട്ടോ. ഡേറ്റ് ചെയ്തതിൽ മാത്രം ചെറിയ ചേഞ്ച് വരും, അത്രേ ഉള്ളൂ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ അങ്ങനെയല്ല, സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ഇങ്ങനെ അടുപ്പിച്ചിട്ടൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് ഒരു സിമ്പിളായിട്ട് 1 മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ചെയ്ത് പോകാവുന്ന ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഹെയർ സ്റ്റൈൽസാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ മിഡിൽ പാർട്ടീഷൻ എടുത്തിട്ട് ഫ്രണ്ടിൽ നിന്ന് സെക്ഷൻ വേണ്ടവർക്ക് അങ്ങനെ ഇടാം, ഇല്ലയെന്നുണ്ടെങ്കിൽ അതും കൂടി കൂട്ടി പിടിച്ചിട്ട് കുറച്ച് സെക്ഷൻ ഓഫ് മുടി എടുത്തിട്ട് ബൺ ചെയ്തിട്ട് കൊടുക്കാട്ടോ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഇടാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ രസം ഉണ്ടാവും. പിന്നെ എനിക്ക് പോണി കെട്ടാൻ വേണ്ടിയിട്ടോ കുറച്ചുകൂടെ. അപ്പോൾ അത് നമുക്ക് രണ്ടാമത്തെ ഹെയർ സ്റ്റൈലാക്കി എടുക്കാം. ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഴിച്ചിടാം, രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം കൂടി പിടിച്ചിട്ട് പോണി കെട്ടി കൊടുക്കാട്ടോ. ഇങ്ങനെ പോണി കെട്ടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേസിനൊരു ഫ്രെയിം കിട്ടിയ പോലെ ഉണ്ടാവും. നമ്മുടെ ഫേസ് ഫ്രെയിമിങ് കറക്റ്റായിട്ടുണ്ടാവും കേട്ടോ. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോണി കെട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് നല്ല ഡ്രസ്സിലെ കേസ്, അങ്ങനെ കാഷ്വൽ വേസിൻ്റെ കൂടെയൊക്കെ നമുക്ക് പുറത്ത് പോകുമ്പോൾ ചെയ്യാവുന്നൊരു ഹെയർ സ്റ്റൈലാണ്. നെക്സ്റ്റ് മിഡിൽ പാർട്ടീഷനെ എടുത്തിട്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് സെക്ഷൻ എടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് മാത്രം ആ ഒരു ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ട്വിസ്റ്റൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു സെക്ഷൻ ഓഫ് മുടി മാത്രം എടുത്തിട്ട് ബൺ ചെയ്ത് കൊടുക്കുകയാണ്. രണ്ട് സൈഡിൽ നിന്ന് അങ്ങനെ എടുത്തിട്ട് ബൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് രണ്ടും കൂടി കൂട്ടി പിടിച്ചിട്ട് വലിയൊരു ബോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവും. ഇങ്ങനെ കാക്കിരിപ്പിക്കാക്കി വെക്കാണ്ട് എൻ്റെ കയ്യിൽ വലിയ ബോ ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2-3 എണ്ണമൊക്കെ വെച്ചിട്ട് അങ്ങനെ സെക്യൂർ ചെയ്തതാണ്. വലിയ ബോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. ബാക്കിൽ നിന്ന് കാണുമ്പോൾ ഒക്കെ ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ നമ്മുടെ ഫേസ് ഫ്രെയിം ചെയ്തിട്ടും ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരു ഹെയർ സ്റ്റൈലാണത്. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൺ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അത് ഉള്ളിൽ കൂടെ എടുത്തിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഉള്ളിൽ കൂടെ എടുക്കൂലേ, ഒരു ഓട്ടൊക്കെ ഇട്ടെടുത്തിട്ട് അങ്ങനെ ഉള്ളിൽ കൂടെ എടുക്കാൻ എല്ലാവർക്കും അറിയുണ്ടാവും. പറയുമ്പോൾ മനസ്സിലാവാത്തതാണ്, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ. അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു പാറ്റേൺ അവിടെ ക്രിയേറ്റ് ചെയ്യില്ല, അതും നല്ല രസമാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ബണ്ണിൻ്റെ അവിടെയാണ് ഇപ്രാവശ്യം നമ്മൾ ബോ കുത്തി കൊടുക്കണത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ന്യൂ ഇയർ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ എവിടം വരെ ഗെയ്സ്? ഞാൻ എവിടെയും പോയില്ല, കോളേജിൽ പോയിട്ടാണ്. കോളേജിലാണെങ്കിൽ സെലിബ്രേഷനും ഉണ്ടായില്ല. അങ്ങനെയാണ് എൻ്റെ ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ സ്റ്റാർട്ട് ചെയ്തത്. വലിയ അലമ്പ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. 2024 അത്ര അലമ്പ് ഉണ്ടാവാതിരിക്കട്ടെ എന്തായാലും. അങ്ങനെയൊക്കെയാണ് ന്യൂ ഇയറിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു 3 ഹെയർ സ്റ്റൈൽ നമുക്ക് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കാവുന്ന ഹെയർ സ്റ്റൈൽസ് ആട്ടോ. അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയ അപ്ലോഡിങ് രീതിയും കാര്യങ്ങളൊക്കെ അറിയുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.